ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. സദ്യയ്ക്ക് ഇലത്തലിക്കൽ വയ്ക്കാനുള്ള ഒരു ചുട്ടരച്ച ചമ്മന്തിയാണ് ഇന്നത്തെ വീഡിയോയിൽ. അത് ഞാനൊരു മൂടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നിങ്ങൾക്ക് പൂളാൻ അറിയോ? ഒരു കത്തി വെച്ച് കൈയൊന്നും കെടുവരുത്താതെ മെല്ലെ പൂണ്ടെടുക്കാം. തേങ്ങ ചുട്ടെടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പൂളുന്നത്. പൂളാൻ അറിയില്ലെങ്കിൽ തേങ്ങ ചിരവി എടുത്ത് ചമ്മന്തി അരയ്ക്കാം. പക്ഷെ ചുട്ടരച്ച ചമ്മന്തി ആവില്ല എന്ന് മാത്രം. ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മൂടിയിൽ ബാക്കി ഇത്രയുണ്ട്. ഇതാണ് ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. പൂണ്ടെടുത്ത തേങ്ങ, 6 വറ്റൽമുളക്, കുറച്ച് ഉപ്പ്, ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി, 2 വെളുത്തുള്ളി. ഇതിൽ മുളകും തേങ്ങയും ചുട്ടെടുക്കണം. ആദ്യം നമുക്ക് തേങ്ങ ചുട്ടെടുക്കാം. അടുപ്പുണ്ടെങ്കിൽ ആ കനലിൽ തേങ്ങ ചുട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. അടുപ്പില്ലാത്തവർക്ക് ഗ്യാസിൽ ചുട്ടെടുക്കാം. ഗ്യാസിന്റെ ഫ്ലെയിമിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. തേങ്ങ ചുട്ടെടുക്കുമ്പോൾ അതിൽ കാർബൺ വരും, അതും ആരോഗ്യത്തിന് നല്ലതല്ല. ശരിയാണ്, പക്ഷേ നമ്മൾ ഇത് നിത്യവും കഴിക്കുന്നില്ലല്ലോ, എപ്പോഴെങ്കിലും അല്ലേ, അപ്പൊ കുഴപ്പമില്ല. നമുക്ക് മുളകും ഇതുപോലെ ചുട്ടെടുക്കണം. മുളക് പപ്പടക്കോലിൽ കുത്തിയെടുക്കുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് വേണം. ഒന്ന് വെർട്ടിക്കൽ ആണെങ്കിൽ അടുത്തത് ഹൊറിസോണ്ടൽ. അങ്ങനെ എല്ലാ മുളകും പപ്പടക്കോലിൽ കുത്തിവെക്കാം. മുളകിന്റെ ഞെട്ടി കളയരുത് കേട്ടോ, കുരു പുറത്തു വരും. അതിനുശേഷം വളരെ ശ്രദ്ധയോടെ ചുട്ടെടുക്കണം, കരിച്ച് കളയരുത്. ഇത് കണ്ടോ, മുളകെല്ലാം ചുട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ചമ്മന്തി അരയ്ക്കാം. ഇതിൽ നിന്നും മുളകും ഉപ്പുമാണ് ആദ്യം അരയ്ക്കാൻ പോകുന്നത്. മുളകിന്റെ ഞെട്ടിയെല്ലാം കളയണം. നല്ലപോലെ ഒന്ന് അരച്ച ശേഷം ഇതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം. പുളി ചെറിയ പീസസ് ആയി വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ 2 വെളുത്തുള്ളിയില്ലേ, അതുകൂടി ഒന്ന് മുറിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി അരച്ചു കൊണ്ടുവരാം. ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. സ്പൂൺ കൊണ്ട് ഇതൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കണം. തേങ്ങ അതേപടി ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ബ്ലേഡ് പൊട്ടിപ്പോകും. അതുകൊണ്ട് ചെറിയ പീസസ് ആക്കി മുറിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയെല്ലാം മുറിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനെ നല്ലപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഇടയ്ക്ക് നിർത്തി ഇളക്കി വേണം അരയ്ക്കാൻ. ഇത് ഇങ്ങനെ സർവ് ചെയ്യാം, പക്ഷേ ഇലയിൽ വിളമ്പുമ്പോൾ കുറച്ച് ലൂസായിരിക്കണമല്ലോ. അതിനായി കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് വീണ്ടും ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം ഇലത്തലയ്ക്കൽ വിളമ്പാൻ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെല്ലാം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഉപ്പും മുളകും പുളിയും എല്ലാം കറക്റ്റായിട്ട് മിക്സ് ആയിക്കോട്ടെ. നല്ല മണവും ടേസ്റ്റുമുള്ള ചുട്ടരച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ഈ റെസിപ്പി ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ എനിക്കൊരു ലൈക്ക് തരണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്